നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൃശൂർ കൈയെത്താത്ത അകലത്തിലേക്ക് പോകുമ്പോൾ രണ്ട് മുന്നണികൾക്കും കൈകിട്ടി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത വിധം തൃശൂരിനെ എടുത്തുകൊണ്ട് സുരേഷ് ഗോപി ഡൽഹിയിലേക്കും പറന്നു. സത്യത്തിൽ ആരാണ് ഉത്തരവാദികൾ? തൃശൂരിനെ സുരേഷ് ഗോപിക്ക് നൽകിയത് ആരാണ്? ചീഫ് എഡിറ്റേഴ്സ് കോളം വിശദമായി ചർച്ച ചെയ്യുന്നു. സ്വാഗതം പുതിയ ലക്കത്തിലേക്ക്. അപ്പോൾ വിദ്യയെ നമ്മൾ സംസാരിച്ചു വരുന്നത് തൃശ്ശൂർ മണ്ഡലം ഇതുവരെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി മറിഞ്ഞ് ചിന്തിച്ച് ഒടുവിൽ BJPയുടെ പാളയത്തിലേക്ക് എത്തി. സുരേഷ് ഗോപി തൃശ്ശൂരിങ് എടുക്കുവാന്ന് പറഞ്ഞു. തൃശ്ശൂരിനെയും കൊണ്ട് സുരേഷ് ഗോപി ഡൽഹിക്ക് പറക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനും പോകുന്നു. എന്ത് തോന്നുന്നു? എന്തായിരിക്കാം തൃശ്ശൂരിലെ ഇങ്ങനെയൊരു ദാരുണമായ തോൽവിക്ക് രണ്ട് മുന്നണികൾക്കും ഉണ്ടായ കാരണം? അടിയൊഴുക്കുകൾ സംഭവിച്ചു. നമ്മൾ തുടക്കം മുതലേ തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ, അതായത് സാധാരണ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുൻപേ ഒരിക്കലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് ഒരിക്കലും തൃശ്ശൂരെന്നല്ല 20 മണ്ഡലങ്ങളിലും ഒരിക്കലും NDAക്ക് ഒരു മുന്നേറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് തൃശ്ശൂർ മണ്ഡലം. എന്താണ് സംഭവിച്ചതെന്ന്. കാരണം 2ാം സ്ഥാനത്ത് എത്തുമെന്ന് പ്രതീക്ഷിച്ചവർ പോലും 3ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയി. ഇപ്പോഴും എന്താ പറയുക, ഒന്നിലും ഒരു ക്ലാരിഫിക്കേഷൻ വരാത്ത രീതിയിൽ തൃശ്ശൂർ മണ്ഡലം വീണ്ടും ചർച്ചകളിലോട്ട് പോയി. നമുക്ക് പരാജയപ്പെട്ടു പോയ രണ്ട് മുന്നണികളെ എടുത്ത് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ആദ്യം നമുക്ക് പ്രധാനമായും നമ്മൾ പറയേണ്ടത് UDF എന്ന് പറയുന്ന മുന്നണി ഒരു വളരെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ തൃശ്ശൂരിൽ മത്സരിച്ചു. TN പ്രതാപൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. BJPയിലേക്ക് ഈ പറയുന്ന ഒരു പ്രമുഖ നേതാവിൻ്റെ K കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ മറിഞ്ഞു. അവിടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ അവർ സ്ഥാനാർത്ഥി പുനർനിർണയം നടത്തി. വടകരയിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന K മുരളീധരനെ പെട്ടെന്ന് തന്നെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു. കാര്യം നമുക്കറിയാം, മാള എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശുദ്ധിയുള്ള ഒരു നാടാണ് മാള. അവിടെയാണല്ലോ കരുണാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ വിശുദ്ധിയുള്ള ഒരു നാടായി തന്നെയാണ് തൃശ്ശൂരിനെ കോൺഗ്രസ്സുകാർ കരുതുന്നത്. തന്നെ ഞങ്ങളെ ഒരിക്കലും കോൺഗ്രസ് കൈവിടില്ല എന്നുറപ്പ്. അപ്പം എന്തായിരുന്നാലും പത്മജ വേണുഗോപാലിന് BJPയിൽ ഉള്ള ഒരു പ്രാതിനിധ്യം നമുക്ക് മനസ്സിലാകും. അപ്പം പത്മജ വേണുഗോപാൽ അവിടേക്ക് ചാടിക്കഴിയുമ്പോൾ തീർച്ചയായും അതിന് തുല്യമായ ഒരു നേതാവിനെ തന്നെ ഇവിടെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയൂ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഉടൻ തന്നെ അവിടെ മുരളീധരനെ ഇറക്കിയത്. K മുരളീധരൻ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ തൊട്ട് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ നടന്നു തുടങ്ങി. സ്ഥാനാർത്ഥി നിർണയം കാര്യമായിട്ട് പോകുന്നു. അപ്പോൾ TN പ്രതാപൻ അവിടെ ഉറപ്പിച്ചു, ഇത്തവണയും ഞാൻ തന്നെ ഇവിടെ നിന്ന് മത്സരിക്കും. പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നരേന്ദ്രമോദിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും പല പ്രസംഗങ്ങളിലും അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ TN പ്രതാപൻ അവിടെ സ്ഥാനാർത്ഥിയാണ് എന്ന് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി മാറുന്നു. പോസ്റ്റർ ഒട്ടിക്കുന്നു, ചുവരെഴുത്തുകൾ നടത്തുന്നു. അങ്ങനെ പല പരിപാടികളുമായി TN പ്രതാപൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ സവിശേഷമായ ഒരു സാഹചര്യം കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുന്നത്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് മാറുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തെ മറികടക്കണമെങ്കിൽ, കാര്യം കരുണാകരനോട് താല്പര്യമുള്ളവരെല്ലാം കൂടി എന്ത് ചെയ്യും? തൃശ്ശൂർക്കാര് പത്മജ എങ്ങോട്ട് പോയോ അവിടേക്ക് തന്നെ ഇവിടെയുള്ള പ്രവർത്തകർ ചായും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് ഇമ്പോർട്ടൻസ് കിട്ടും, അവർക്ക് വോട്ട് മറിയുകയും ചെയ്യും. ഈ ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി കരുണാകരന്റെ മകനെ തന്നെ അവിടെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതോടുകൂടി സത്യത്തിൽ TN പ്രതാപൻ വളരെ നിരാശയാണ് ഉണ്ടായിരുന്നത് TN പ്രതാപന്. പക്ഷെ നിർവാഹമില്ല, തീരെ നിർവാഹമില്ല. കാര്യം അവിടെ ഇങ്ങനൊരു തീരുമാനം അവരെടുക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാൻ TN പ്രതാപന് ശേഷിയില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഒരു തീരുമാനത്തെ, AICCയുടെ പുതിയ തീരുമാനത്തെ അവർ അംഗീകരിക്കുകയായിരുന്നു TN പ്രതാപൻ ചെയ്തത്. അപ്പം നമ്മൾ കണ്ടതാണ്, പ്രകടനത്തിനിടയിലും അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിനിങ്ങിന്റെ ഇടയിൽ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു എന്ന് വേണ്ട സകലമാന കലാപരിപാടികളും K മുരളീധരനായിട്ട് ചേർന്നിട്ട് നടക്കുകയും ചെയ്തു അവിടെ. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം തൃശ്ശൂരിന് ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു സീറ്റ് അല്ലെ വോട്ട് ഷെയർ വളരെ കാര്യമായ രീതിയിലൊരു പെർസെൻറ്റേജിൽ കുറവ് സംഭവിച്ചിരുന്നു. തൃശ്ശൂരിൽ നല്ല രീതിയിൽ കുറവ് സംഭവിച്ചു. അപ്പോൾ ഈ കുറവ് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് VS സുനിൽകുമാർ ഉറപ്പിച്ചു.
കാര്യം സ്വാഭാവികമായും അങ്ങനെയാണ്. ഒരു സവിശേഷ സാഹചര്യം ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും വോട്ട് ചെയ്യുന്നതിൽ ആൾക്കാർക്കൊരു വൈഷമ്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വോട്ട് പെർസെൻറ്റേജ് കുറയുന്നു. വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞപ്പോൾ സ്വാഭാവികമായും സുനിൽകുമാർ ജയിക്കുമെന്ന് സുനിൽകുമാർ തന്നെ ഉറപ്പിച്ചു. എന്നിട്ട് പോലും ഇവിടെ ഒരു മുന്നേറ്റം, ഒരു ജനകീയ മുന്നേറ്റം, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു വോട്ടിൻ്റെതായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പിന്നെ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കഴിഞ്ഞു, സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ നമുക്ക് എടുത്തുകൊണ്ട് പറയാം. എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിന് പല കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒന്നാമത്തെ കാരണം, സുരേഷ് ഗോപി ഇന്നോ ഇന്നലെയോ അല്ല ഇവിടെ BJPക്ക് വേണ്ടിയിട്ട് ഞാൻ മത്സരിക്കുമെന്നുള്ള കാര്യം പറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ വേരുറപ്പിച്ച് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയുള്ള വളരെ സുദീർഘമായ ഒരു കാലയളവ് മുഴുവൻ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന കാലഘട്ടത്തിലും 21-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അദ്ദേഹം ഊന്നി പറഞ്ഞു, തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക. അതിനു മുൻപും അദ്ദേഹം പറഞ്ഞു, തൃശ്ശൂർ ഞാനിങ്ങെടുക്കും. അപ്പൊ ഇത് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഇത്തവണയും തൃശ്ശൂർ ഇങ്ങെടുക്കും. അപ്പൊ ഈ മൂന്ന് സമയത്തും ഈ മൂന്ന് ഘട്ടമായപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരുകാർക്ക് സുപരിചിതൻ അല്ലെന്നല്ല, ചലച്ചിത്ര മേഖലയിൽ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷേ അവരിൽ ഒരാളായിട്ട് അവർ കണക്കാക്കി തുടങ്ങി. അതാണ് സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടാക്കിയെടുക്കാൻ തൃശ്ശൂരിൽ കഴിഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അവിടെ തന്നെയല്ല ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. സുരേഷ് ഗോപി അവിടെ ഇടപെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളെയും നമുക്ക് നോക്കാം. അവസാനമായിട്ട് വന്നപ്പോ തൃശ്ശൂർ പൂരത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് അവിടെ എന്തൊക്കെ ജനകീയ വിഷയങ്ങളുണ്ടോ ആ ജനകീയ വിഷയങ്ങളിലെല്ലാം സുരേഷ് ഗോപി ഇടപെടാൻ തുടങ്ങി. ഒരു പൊളിറ്റീഷ്യൻ എന്ന അപ്പോഴത്തേക്കും ഒരു കേന്ദ്രമന്ത്രി എന്നുള്ളൊരു പദവിയിലേക്ക് സുരേഷ് ഗോപി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ വിഷയങ്ങളും ഇടപെടുന്നു. നമുക്കറിയാം, അവിടുത്തെ മാതാവിന് കൊണ്ടുവന്നിട്ട് ഇത് കൊടുക്കുന്നു, കിരീടം സമ്മാനിക്കുന്നു. അങ്ങനെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തുന്നു. അതിൽ നരേന്ദ്രമോദിയെ കൊണ്ടുവരുന്നു, അല്ലെ? അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിപുലം. അപ്പം മനസ്സിലായി തുടങ്ങി സുരേഷ് ഗോപി വലിയ ഹോൾഡ് ഉള്ള ഒരാളാണ്, കേന്ദ്രമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരാളാണ് എന്ന് തൃശ്ശൂർക്കാർക്ക് തോന്നി. അതൊരു കാരണമാണ്. തന്നെയുമല്ല, സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾ, ചേട്ടനും മക്കളും അല്ലെങ്കിൽ ഭാര്യ അടക്കമുള്ളവർ ഈ പ്രചരണ രംഗത്ത് സജീവമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതെല്ലാം സുരേഷ് ഗോപിക്ക് അനുകൂല ഘടകമായി മാറി. പക്ഷേ അവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം UDFിലുള്ള ഒരു വിഭാഗം ആൾക്കാർ ഭയങ്കര നിരാശരായിരുന്നു. ഇപ്പോഴും അവരുടെ നമുക്കറിയാം DCC ഓഫീസിന്റെ മുന്നിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചു കഴിഞ്ഞു. അതായത് ഈ പറയുന്ന TN പ്രതാപൻ ജനവഞ്ചകനാണ്, സ്വന്തമായി ഒരു കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കുന്നതിന് പകരം അവിടെ വോട്ട് മറിക്കാൻ കൂട്ടുനിന്നു. കാര്യം എന്താ? സ്വാർത്ഥ ലാഭം. എങ്ങനെയെങ്കിലും മുരളീധരനെ ഇവിടെ തോൽപ്പിക്കണം. അല്ലെങ്കിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് പോകേണ്ട ഒരാളല്ല, 1ാം സ്ഥാനത്ത് വരേണ്ട ആളാണ് മുരളീധരൻ. മകൻ ചത്താലും മകൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര് അമ്മായിയമ്മ നയം ഇത് ഈ കാര്യത്തിൽ പുലർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ശരി. തന്നെയുമല്ല, അവിടുത്തെ DCCയിലുള്ള ആൾക്കാർക്ക് ഭയങ്കരമായ എതിർപ്പ് TN പ്രതാപനോടുണ്ട്. അതിനെതിരെ പോസ്റ്റർ പ്രചരണം നടത്തിയിട്ടുണ്ട്. ആ പോസ്റ്റർ പ്രചരണം പലയിടത്ത് ഈ DCC ഓഫീസിന്റെ മുന്നിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. പ്ലക്കാർഡുകളുമായി അവിടെ സമരമിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം ഇത്തരത്തിലുള്ള സമീപനങ്ങൾ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായി കോൺഗ്രസിന്റെ വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ട്. അത് NDAയിലേക്കും സുരേഷ് ഗോപിയിലേക്കും എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോ UDFനെ സംബന്ധിച്ചിടത്തോളം ഇനി ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ബാലികേറാമല തന്നെ. കാരണം ഇപ്പം UDFനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, LDFനെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങളുടെ വോട്ട് വിഹിതം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു 30,000 വോട്ടിന്റെ അങ്ങനെ 90 കണക്ക് പറയുന്നത്. പക്ഷെ എങ്കിലും ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ള ഈ 74,000 എന്നുള്ളത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇരട്ടിയാവാൻ സാധ്യതയുണ്ട്. കാരണം അമ്മമാര് എടുത്തു പറയണം, സ്ത്രീകളൊപ്പം നിന്നു. പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അവര് ഇപ്പം UDF ആണെങ്കിലും LDF ആണെങ്കിലും പ്രതീക്ഷിച്ചിരുന്നത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള വോട്ട് വിഹിതമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവിടെയാണ് അത് ക്രിസ്ത്യൻസിനെ കൂടെ നിർത്താൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു LDFന് കഴിഞ്ഞിട്ടില്ല. ക്രിസ്ത്യൻസിനെ ഒന്നും കൂടെ നിർത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു തരത്തിൽ പറഞ്ഞ കോൺഗ്രസിന് അങ്ങനെ എറണാകുളം, ചാലക്കുടി ആ മേഖലകളിൽ ഇത്തരത്തിലുള്ള ഒരു ചാലക്കുടി, ഇടുക്കി, കോട്ടയം ഈ മേഖലകളിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തീയ മേൽക്കോയ്മ അവിടെയുണ്ട്. അതുകൊണ്ട് ആ വോട്ടുകളെല്ലാം കൃത്യമായി UDFിലേക്ക് തന്നെ എത്തും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. പക്ഷെ ഇവിടെ അണ്ടർഗ്രൗണ്ട് പ്ലേ ആയിരുന്നു സത്യത്തിൽ നടന്നത്. ഇവിടെ നിന്നുകൊണ്ട് വലിച്ചുകൊണ്ട് പോയിട്ട് ആ വോട്ട് കൊണ്ടുവന്ന് അപ്പുറത്ത് കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ തന്നെ കൂട്ടുനിന്നു. ഇതാണ് അക്ഷരാർത്ഥത്തിൽ അവിടെ മുരളീധരന് ഇല്ലായ്മ ചെയ്തത്. നമുക്ക് അന്ന് ആലോചിച്ച് നോക്കിയാൽ മുരളീധരൻ അത് മനസ്സിലായത് കൊണ്ടാണ് പറഞ്ഞത്, ഇനി ഒരു മത്സരത്തിന് ഞാനില്ല, അതിനുള്ള മൂഡ് എനിക്കില്ല.
ഞാൻ ഇനി അങ്ങനൊരു പിന്നെ ഈ കുറെ നാള് പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത് വിശ്രമ ജീവിതം നയിക്കാൻ പോകുന്നു എന്ന് കെ മുരളീധരൻ വളരെ നിരാശയോടു കൂടിയാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചവർ തന്റെ പാലം വലിച്ചു എന്ന് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ KPCC അധ്യക്ഷൻ അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹം പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഞാൻ ഒരിക്കലും കിടക്കില്ല, കടിച്ചു തൂങ്ങി കിടക്കില്ല. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, ഞാൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷ സ്ഥാനം കെ മുരളീധരന് കൊടുക്കാൻ തയ്യാറാണ്. വയനാട്ടിൽ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി വയനാട് വേണ്ടെന്ന് വെക്കും, തുടർന്ന് ഇനി വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ അവിടെ മത്സരിപ്പിക്കും, അവിടെ കെ മുരളീധരന് സീറ്റ് കൊടുത്ത് അവിടെ നിന്ന് മത്സരിപ്പിക്കും. ഈ 2 ഓഫറുകളിൽ ഏതെങ്കിലും ഒരെണ്ണം കെ മുരളീധരൻ ചൂസ് ചെയ്യും. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകും? കാരണം മുരളീധരൻ ഇപ്പൊ തന്നെ ഉടക്കി നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേതാക്കളൊന്നും എത്തുമ്പോൾ കാണാൻ പോലും തയ്യാറല്ല എന്നുള്ള രീതിയിലാണ്. അത്രയും മീഡിയയെ പോലും മീഡിയയോട് പോലും പ്രതികരിക്കാൻ തയ്യാറാവാതെ ഉടക്കി നിൽക്കുക. എങ്ങനെങ്കിലും അനുദയിപ്പിച്ച് കൊണ്ടുവരാന്നുള്ളതാണ് ഇപ്പൊ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏറ്റവും വലിയൊരു വെല്ലുവിളി അതെ തിരിച്ചു. കാരണം അങ്ങോട്ട് പറഞ്ഞു വിട്ടു, തോൽപ്പിച്ച പോലെ ആയിപ്പോയി. അതെ, നിർത്തി അവിടെ കൊണ്ടുവന്ന് നിർത്തി അവര് തന്നെ തോൽപ്പിച്ച അവസ്ഥയിൽ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതായത് നിയമ നിയോജക മണ്ഡലത്തിൽ O രാജഗോപാൽ ജയിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ആദ്യമായിട്ട് കേരളത്തിൽ താമര വിരിഞ്ഞ ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ ഇത് തന്നെയാണ് ഉണ്ടായത്. അന്ന് കോൺഗ്രസിന്റെ പാർട്ടിയിൽ നിയമത്തിൽ നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സുകാരനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് വോട്ട് മറിച്ച് നേരെ രാജഗോപാലിലേക്ക് എത്തിച്ചു. ഈ വോട്ട് മറിക്കൽ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരാനായിരുന്നു. ഒരു വമ്പനെ തന്നെ അവിടെ ഇറക്കുമെന്നായിരുന്നു കോൺഗ്രസ് അന്ന് പറഞ്ഞത്. അപ്പം അവിടെ വന്നപ്പം ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാനിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലുള്ള ആൾക്കാർ വീടിന്റെ പുറത്ത് കയറി ഇന്ന് സമരം ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം എന്താ? അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയെ അവിടെ നിന്നല്ലാതെ ഉമ്മൻചാണ്ടിക്ക് വേറെ എങ്ങും ജയിക്കാൻ, ഒരു തവണ എറണാകുളത്ത് നിന്ന് ജയിച്ചിരുന്നു. അപ്പം ജയിക്കാൻ കഴിയില്ല, കാര്യം നേമത്ത് പാലം വലിക്കും. കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. കെ മുരളീധരന് മനസ്സിലായി നടക്കില്ല. അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ മുരളീധരൻ അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കെ മുരളീധരൻ ഇപ്പം കുറച്ച് സംശുദ്ധ രാഷ്ട്രീയത്തിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ കെ മുരളീധരൻ പലപ്പോഴും സ്വന്തം പാർട്ടിക്കാരെ പോലും നിശിതമായി വിമർശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഈ VD സതീശൻ ഉൾപ്പെടെയുള്ളവരെ വിമർശിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ശശി തരൂരിന്റെ ഒരു മലബാർ പര്യടനം നടന്നിരുന്നു. മലബാർ പര്യടനം നടക്കുന്ന ആ ഒരു സമയത്ത് ഇതെല്ലാം ശശി തരൂർ ഭയങ്കരമായി ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നു. മലബാർ പര്യടനത്തിൽ പല ഭാഗങ്ങളിലൊക്കെ പോയ സമയത്ത് VD സതീശൻ അതിനെക്കുറിച്ച് ഊതി വീർപ്പിച്ച കുമിളകളാണ്, ബലൂണുകളാണ് എന്ന് പറഞ്ഞു. മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂണുകളാണ് എന്നുള്ളൊരു പ്രയോഗം നടത്തി. അപ്പോൾ അത് മുരളീധരനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുരളീധരൻ അതിനെ കണ്ടം തുണ്ടം വെട്ടുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. അതായത് ബലൂണുകളെല്ലാം സതീശൻ കണ്ടിട്ടുണ്ടാകും, ബലൂണുകളെ സതീശൻ കണ്ടിട്ടുണ്ടാകും എന്നുള്ള നിലയിലേക്ക് നേതൃത്വവുമായി പൊരുത്തപ്പെട്ടു പോകാനും ഈ പറയുന്ന പോലെ മുരളീധരന് കഴിയുന്നില്ല. അവർ കാണിക്കുന്ന കൊള്ളരുതായ്മകളെ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ചില മോശപ്പെട്ട കാര്യങ്ങളെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടാൻ കെ മുരളീധരൻ എന്നും ആർജവം കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പരിണിത ഫലമായിട്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്ന് അവിടെ നിർത്തി തോൽപ്പിച്ചത്. ഇതോടുകൂടി മുരളീധരൻ എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ പ്രതിച്ഛായ അവിടെ മങ്ങലുണ്ടായി. ഇനിയിപ്പം മുരളീധരൻ എന്ത് രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടേണ്ടടുത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ആ വോട്ടെണ്ണൽ നടക്കുന്ന തുടക്കം മുതൽ പോലും അതെ ഒരു ഘട്ടത്തിൽ പോലും ഒന്ന് മുന്നിലേക്ക് വരാൻ മുരളീധരന് കഴിയാതെ പോയതിന്റെ പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. പാളയത്തിൽ പട തന്നെയാണ്. അവിടെ നിന്ന് ഇനിയിപ്പം വയനാട്ടിലേക്ക് എന്ത് വിശ്വാസത്തിന്റെ പുറത്ത് ഇദ്ദേഹം പോയി മത്സരിക്കും? വയനാട്ടിൽ ഇനിയിപ്പോ അവർ വോട്ട് മറിക്കില്ല എന്ന് ആര് കണ്ടു? അല്ലെ, അങ്ങനെയും നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇപ്പം ഞാൻ വേറൊരു ട്രെൻഡും കൂടെ അവിടെ സംഭവിക്കാൻ പോവാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ വയനാട്ടിൽ പോയി മത്സരിക്കാന്ന് വെച്ചു. അവിടുത്തെ വയനാട്ടിലെ ജനങ്ങള് മൃഗീയ ഭൂരിപക്ഷത്തിലെ 3.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ ഒരാളെ വിജയിപ്പിച്ചു വിട്ടു. അദ്ദേഹം പറയാണ്, എനിക്ക് നിഷ്കരണം, രാഹുൽ ഗാന്ധി പറയാണ്, എനിക്ക് ഈ മണ്ഡലം വേണ്ട, എനിക്ക് ഉത്തരേന്ത്യൻ മണ്ഡലം മതി, അല്ല റായ്ബറേലി മതി, എനിക്ക് അവിടെ നിന്ന് ജയിച്ചതാണ് ഞാൻ, എനിക്ക് അതുകൊണ്ട് അത് മതി, അവിടെ നിന്ന് ഞാൻ പൊക്കോളാം. പിന്നെ എന്തിനാണ് പാവങ്ങള് രാവിലെ മുതൽ വൈകുന്നവരെ ക്യൂ നിന്നുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി അവിടെ ജയിപ്പിച്ചു എന്നൊരു ചോദ്യം വരില്ലേ? സ്വാഭാവികമായിട്ടും അവിടെയുള്ള നിഷ്പക്ഷമതികളായ ജനങ്ങൾ ചിന്തിക്കില്ലേ? ഏറ്റവും കൂടുതൽ, അതായത് 20 മണ്ഡലങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെയുള്ള ജനങ്ങൾ രണ്ടാമതൊന്നും ചിന്തിക്കില്ലേ? 100% ഉറപ്പാണ്. അപ്പൊ ആ ഒരു ട്രെൻഡും കൂടെ മാറി വീശും, ആ ഒരു കാറ്റ് മാറി വീശും. അപ്പൊ അങ്ങനെ ആ ഒരു കാറ്റ് മാറി വീശും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഇടതുപക്ഷത്തിന് ഗുണമായി മാറും, അതല്ലെങ്കിൽ NDAക്ക് ഗുണമായി മാറും.
മിക്കവാറും ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനോറിയോ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് NDAക്ക് തന്നെയായിരിക്കും ഗുണം ചെയ്യുക. ഇനി മറ്റൊന്ന്, ഇനി നമ്മൾ അടുത്ത ഒരു LDF കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തായാലും മുരളീധരന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അദ്ദേഹം അവിടുന്ന് ഇനി മത്സരിക്കുന്നില്ല, ഇനിയും തുടർന്നുള്ള മത്സരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നു, അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്നൊക്കെയാണ് ഇപ്പം അദ്ദേഹത്തിന്റെ പ്രസ്താവന. അനുനയിപ്പിക്കാൻ പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. അത്രത്തോളം ഫലം കാണും എന്നുള്ളത് നമുക്ക് പിന്നീട് വഴി അറിയാവുന്ന കാര്യമേ ഉള്ളൂ. എന്തായാലും UDF സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഇനി തൊടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. LDF കാര്യം മറിച്ചൊന്നുമല്ല. അല്ല, LDF കുറിച്ച് എന്ത് തോന്നുന്നു? VS സുനിൽകുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു. ഒരുപക്ഷെ മുരളീധരനെക്കാട്ടിൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ നേതാവ്, സുരേഷ് ഗോപിയെക്കാട്ടിൽ പ്രിയപ്പെട്ട നേതാവ്, ആ രീതിയിലൊക്കെയാണ് അവരുടെ തൃശ്ശൂർക്കാരുടെ പ്രിയപ്പെട്ട സുനിലേട്ടൻ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തോൽവിയായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തോൽവി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ തൃശ്ശൂർ അങ്ങനെ മാറി ഒരിക്കലും, കാരണം ഇലക്ഷന് മുമ്പേ തന്നെ LDF വിജയം ഉറപ്പിച്ചിരുന്നു. കാരണം തൃശ്ശൂർ എന്ന് പറഞ്ഞത് അത്ര ടെൻഷനോടൊന്നും അവർ കണ്ടിട്ടില്ല. സുനിൽകുമാർ മത്സരിക്കാൻ അവിടെ ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ തൃശ്ശൂരിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവരും ആശ്വസിച്ചു, ഇടതുപക്ഷക്കാർ ആശ്വസിച്ചു. കാര്യം സുനിൽകുമാറാണ് മത്സരിക്കുന്നത്, ഷുവർ സീറ്റാണ്. സുനിൽകുമാറിന്റെ സമയത്തോളം 100% ഉറപ്പ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർ കോൺഫിഡൻസ് ആയി പോയി എന്ന് തന്നെ പറയും. കാരണം ഒരിക്കലും ഇപ്പം UDF വന്നാലും ശരി, ഒരിക്കലും NDA വരില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ തെറ്റിപ്പോയി. കാര്യം സുനിൽകുമാർ തന്നെ പറയുന്നുണ്ട്, സുനിൽകുമാറിന് അതായത് CPI പറയുന്നുണ്ട്, സുനിൽകുമാറിലെ വിനയ് വിശ്വൻ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ എന്ത് പ്രവർത്തനമാണ് ഇടതുമുന്നണി അവിടെ ചെയ്തിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സുരേഷ് ഗോപി ഏകദേശം 5 വർഷത്തിന് മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തനിക്ക് ഈ മണ്ഡലം പിടിക്കാൻ വേണ്ടി. സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. അവിടെയാണ് സുരേഷ് ഗോപിയുടെ ഇമ്പോർട്ടൻസ്. ഇവിടെ സുനിൽകുമാർ അവിടെ മത്സരിക്കുന്നു. അതിനു മുമ്പ് 5 വർഷം മുമ്പ് ഒരാൾ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. എന്ത് പ്രവർത്തനം അവിടെ നടത്തി? പ്രവർത്തനം വളരെ ദുർബലമായിരുന്നു എന്നാണ് പിന്നെ CPIയുടെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് സീതാറാം യെച്ചൂരിയെ D രാജ പോയി കാണുകയും ഇതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണം, അത് ഈ ചെറിയൊരു അന്വേഷണം നടത്തിയാൽ പോരാ, വിശദമായ അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നിർദ്ദേശം വെച്ചുകൊണ്ട് D രാജ സീതാറാം യെച്ചൂരിയെ പോയി കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വമായിട്ട് ഈ രീതിയിൽ സംസാരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ കാര്യത്തിലൊരു കാര്യം, കൃത്യമായ ഒരു അന്വേഷണം നടക്കണം. ഇത് മുന്നണി ബന്ധത്തിന്റെ ഉലച്ചിലേക്ക് നയിക്കും. അതായത് LDF എന്ന് പറയുന്ന ഒരു വലിയ മുന്നണിയിൽ നിന്നും CPI എന്ന് പറയുന്ന രണ്ടാം കക്ഷി അകന്നു പോകുന്നതിന് ഇടയാക്കുന്ന തരത്തിലുള്ള പരാജയമാണ് സുനിൽകുമാറിനുണ്ടായത്. കാര്യം അങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പം ഇത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ വേറെ തരത്തിലുള്ള ഉറസിലൂടെ വരും. മാണി ഗ്രൂപ്പ് ഇപ്പൊ ഇവിടെയുണ്ട്. ഇവിടെ മാണി ഗ്രൂപ്പ് പരാജയപ്പെട്ടു. മാണി ഗ്രൂപ്പ് ഇനിയും അപ്രസക്തമാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ. കാര്യം പാർലമെന്റിൽ ഇനിയിപ്പോൾ ജൂലൈ മാസം ആയി കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ഒഴിവ്, പിന്നെ ജോസ് കെ മാണി രാജ്യസഭയിൽ നിന്ന് വിട്ടുപോകും. പിന്നെ അവിടെ വരുമ്പോൾ ഒരൊറ്റ സീറ്റ് പോലും ഇല്ലാത്ത ഒരു മുന്നണിയായി അല്ലെങ്കിൽ ഒരു ഘടക കക്ഷിയായി മാണി ഗ്രൂപ്പ് മാറും. ഒന്നാമത് ഈ പറയുന്ന പോലെ CPM അല്ലെങ്കിൽ LDF ഇവരെ എടുത്തതിനോട് മാണി ഗ്രൂപ്പിനെ കൂടെ ചേർത്തതിനോട് CPIക്ക് എതിർപ്പുണ്ട്. ഈ രീതിയിലുള്ള ശീതയുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ രീതിയിലുള്ള ഇത് നടന്നിട്ടുണ്ട്. നമ്മൾ എന്ത് വന്നിരുന്നാലും CPIക്കാരനെ ജയിപ്പിക്കില്ല, പകരം നമ്മൾ ആ വോട്ട് ശശി തരൂരിന് കൊടുക്കും എന്ന രീതിയിലുള്ള പ്രചരണം പോലും തിരുവനന്തപുരത്ത് പല ഘട്ടങ്ങളിലും പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലവിൽ അത്തരം സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ CPIക്ക് വേണ്ടിയിട്ട് CPM എന്ത് ചെയ്തു? കരുവന്നൂർ എന്ന് പറയുന്ന ഒരു വലിയ വിവാദ വിഷയം ഉയർന്നു വന്ന സമയത്തും അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനോ പ്രതിരോധിക്കാനോ കഴിയാതെ പോയി. പാർട്ടിയെ സംബന്ധിച്ചുള്ള പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാക്കിയ ഒരു കേസാണ് കരുവന്നൂരിനെ. പക്ഷെ സുരേഷ് ഗോപി വോട്ട് ബാങ്കാക്കി മാറ്റി പദയാത്ര നടത്തിയവരുടെ അതിനെതിരെ ശക്തമായ രീതിയിൽ മുന്നേറ്റം നടത്തി. ആ മുന്നേറ്റം നടത്തിക്കൊണ്ട് വന്നതുകൊണ്ട് തന്നെ ഇവിടെ സുരേഷ് ഗോപിക്ക് അവിടെ മേൽക്കൈ നേടാൻ കഴിഞ്ഞു. ഈ കരുവന്നൂരിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഇതിനകത്ത് ഇപ്പം ഒരു രസകരമായിട്ടൊരു സംഭവം ഉണ്ട്. അതായത് സോഷ്യൽ മീഡിയക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. കാരണം സുരേഷ് ഗോപി വന്ന ഈ 5 വർഷം മുന്നേ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് തന്നെ ട്രോളുകൾ ഒരുപാടുണ്ടായിരുന്നു. കാരണം തൃശ്ശൂര് ഞാൻ ഇങ്ങ് എടുക്കുകയാണെന്നുള്ള സാധനം ഭയങ്കരമായിട്ട് സ്പ്രെഡായി പോയ ഒരു സാധനം. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വന്ന് മോദി വന്നപ്പോൾ ഗുരുവായൂർ ഉണ്ടായ വിഷയം, ഗുരുവായൂർ ചെറിയ ഒരു പ്രശ്നങ്ങൾ, കാരണം ആ ആൾക്കാരെ അമ്പലത്തിനുള്ളിലോട്ട് കയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതും തൃശ്ശൂർ പൂരം സമയത്തുണ്ടായത്, ഇതിനെയൊക്കെ കുറെ ട്രോളി. അത് ഇപ്പം LDF സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മുന്നേറ്റത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും അത് പലപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട്. തൃശ്ശൂര് ഗുണം ചെയ്തു. കാരണം
ഒത്തിരി പേരിലേക്ക് അത് എത്തി. അങ്ങനെ മോദി വന്നതും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം തന്നെ അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇതുപോലെ തന്നെ ഈ CPI വേറൊരു വിഷയം കൂടെ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് വിദ്യയുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം തന്നെയാണ്. പ്രകാശ് ജാവ്ദേക്കറും EP ജയരാജനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് ശോഭാ സുരേന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്. ദല്ലാൽ നന്ദകുമാറാണ് ഈ രീതിയിൽ വെളിപ്പെടുത്തൽ നടത്തിയത്. വെളിപ്പെടുത്തൽ നടത്തിയ പിന്നാലെ ശോഭാ സുരേന്ദ്രൻ ഇതിനെ ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചു. ശോഭാ സുരേന്ദ്രൻ അന്നൊരു പറച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ട സഹായം LDF ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുത്താൽ ഇതിന്റെ ഗുണം പിണറായി വിജയനായിരിക്കും കിട്ടുക. അതായത് പിണറായി വിജയന്റെ പേരിലുള്ള SNC ലാവലിൻ കേസിൽ ഒതുക്കി തീർക്കാം എന്ന രീതിയിൽ ഒരു ചർച്ച നടന്നിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഉടനെ അതിന് മറുപടിയായിട്ട് EP ജയരാജൻ വന്നിരുന്നു. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. എങ്ങനെ വെച്ചാൽ ഇത് EP ജയരാജൻ മാത്രമല്ല ഇത് പറഞ്ഞത്, ദല്ലാൽ നന്ദകുമാറും ഇതിനെക്കുറിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. പകരം ഞങ്ങൾ കണ്ടു, ഞാൻ ഇങ്ങനെ ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു, ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെ എന്തോ ആയിരുന്നു. ആ സമയത്ത് വന്ന് ഒരു ചായ പോലും കുടിക്കാതെയാണ് അദ്ദേഹം പോയത്, പുറത്തു നിന്നാണ് സംസാരിച്ചത് എന്ന് EP ജയരാജൻ വിശദമാക്കി. ഈ രീതിയിലൊരു ടോക്ക് നടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും ഇപ്പോൾ CPIക്ക് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. CPI ചിന്തിക്കുകയാണ്, മറുപടി പറയേണ്ട അവസ്ഥയിലോട്ട് എത്തി. ഒരു താമരെങ്കിലും വിരിഞ്ഞില്ലെങ്കിൽ കേസ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അത് ജനങ്ങൾക്ക് പോലും ശരിക്കും പറഞ്ഞാൽ പരസ്യമായ രഹസ്യം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പം ഒരിടത്തെങ്കിലും NDA, കാരണം NDA ആദ്യം ട്രിവാൻഡ്രത്ത്, അതായത് ആദ്യം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് കൂടി വന്നപ്പം അവിടെയാണ് ശരി ഈ കേസിന്റെ ഗതി മാറാൻ പോകുന്നത് തിരുവനന്തപുരത്താണ്. പിന്നീടാണ് തൃശ്ശൂര് സുരേഷ് ഗോപി ലീഡ് നേടിയപ്പോഴും ജനങ്ങൾ ഇത് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു, ഒരു താമര വിരിയും. ഉറപ്പായിരുന്നു. കാര്യം ആദ്യ ഘട്ടത്തിൽ മുതൽ സുരേഷ് ഗോപി ലീഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോ ഇത് CPIക്കും ക്ഷീണം ഉണ്ടാക്കി. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി ഇതുവരെ CPIക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെ പ്രതികരണങ്ങളൊന്നും ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല. അപ്പൊ CPI സ്വാഭാവികമായും ചിന്തിക്കും, ഇങ്ങനെ ഒരു ഹിഡൻ അജണ്ട വർക്ക് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി? ഈ പേരിൽ ഒരിക്കലും തോൽക്കില്ല എന്ന് കരുതി VS സുനിൽകുമാർ എങ്ങനെ തോറ്റു? ഈ കാര്യം വ്യക്തമാക്കാൻ CPM ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും അതെ. ഇതിനെക്കുറിച്ച് ഈ പറയുന്ന ഒരു വോട്ട് നഷ്ടം ഉണ്ടായതിനെ കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അന്വേഷണം നടത്തിയതിനു ശേഷം ഈ പറയുന്ന പോലെ ജയരാജൻ ഫാക്ടർ, ഈ പറയുന്ന പ്രകാശ് ജാവ്ദേക്കർ ജയരാജൻ മീറ്റിംഗിന്റെ ഒരു ഗുണം ഇവർക്ക് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം. പിന്നെ അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം നടന്ന സമയത്ത് വേണ്ട രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കൃത്യമായി കഴിയാതെ പോയി. അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നടന്നപ്പോൾ അതിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല, ഇടതുപക്ഷ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. അപ്പൊ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഈ ചർച്ചകൾ ഉണ്ടാവുകയും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി പൂർണ്ണമായ റിപ്പോർട്ട് വന്നാലേ എന്തുകൊണ്ട് സുനിൽകുമാറിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സുരേഷ് ഗോപി സേഫ് മോഡിലാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ ജനങ്ങളോട് പ്രതികരിക്കാത്തതായിരിക്കും. സത്യത്തിൽ ഇനി ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇവിടെ സംഭവിച്ചതിന് ഒരു അന്വേഷണം ആവശ്യമാണ്. എവിടെയാണ് ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് UDF-നാണെങ്കിൽ UDF കൃത്യമായി K മുരളീധരന്റെ പ്രസ്താവനയോടുകൂടി തന്നെ മനസ്സിലായി എവിടെയാണ് പ്രശ്നം കിടക്കുക എന്നുള്ളത്. LDF-നെ സംബന്ധിച്ചിടത്തോളം LDF ഇനിയും കുറച്ചുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. LDF മാത്രമല്ല തൃശ്ശൂർ എന്ത് സംഭവിച്ചു? തൃശ്ശൂര് ഒരിക്കലും മാറി ചിന്തിക്കേണ്ട ഒരു ഇടമല്ല. കാര്യം ഇനിയൊരു സമയം ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയൊരു ഉണ്ടാവുകയാണെങ്കിൽ ഈ മുന്നണികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ CPM-ഉം CPI-യും തമ്മിൽ വലിയൊരു ഉലച്ചിലിന് കാരണമായി തീരും. ഇതിന് വ്യക്തമായൊരു മറുപടി സുനിൽകുമാറിനോ അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ D രാജയ്ക്കോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നം ഇത് വലിയൊരു ഉലച്ചിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ CPI-യും CPM-ഉം തമ്മിലുള്ള ഒരു ബന്ധം അവിടെ നഷ്ടപ്പെടും. ആ ഒരു മുന്നണി ബന്ധം തന്നെ നഷ്ടപ്പെടും. പിന്നെ LDF-ൽ ഒരു പക്ഷേ ഇനി CPI ഉണ്ടാകില്ല എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും. നമുക്ക് CPIക്ക് ഇമ്പോർട്ടൻസ് ഉള്ള പലയിടങ്ങളിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ സുരേഷ് ഗോപിക്ക് വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി തന്നെയല്ല പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. അവിടെ നിന്ന് നമുക്കറിയാം ആലുവ മുതൽ തൃശ്ശൂർ വരെ മെട്രോ ട്രെയിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിവിധ ബൈപ്പാസുകളെ കുറിച്ച്, പൊന്നാനി വരെ നീളുന്ന ഒരു ബൈപ്പാസിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തം. അപ്പം നല്ലൊരു വിഷനോടുകൂടി തന്നെയാണ് സുരേഷ് ഗോപി ഈ ഒരു അവസരത്തെ സമീപിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും.
കൃത്യമായ വിഷൻ ഉണ്ട്. ഇതെങ്ങനെ മുന്നോട്ട് അത് തന്നെയായിരുന്നു ജനങ്ങൾ ആഗ്രഹിച്ചതും, തൃശ്ശൂരെ ജനങ്ങൾ ആഗ്രഹിച്ചതും അതേ വിഷൻ തന്നെയായിരുന്നു. അത് LDF കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ LDF-നൊപ്പം നിന്നേനെ. തന്നെയല്ല, ഇനിയിപ്പം തൃശ്ശൂർ പൂരം പോലെ ഒരു ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയ മഹോത്സവത്തിന് വേണ്ട രീതിയിൽ ഒരുക്കങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവരുടെ വികാരത്തെ, മതവികാരം എന്ന് ഞാൻ പറയില്ല, കാര്യം അവർ തൃശ്ശൂർക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എല്ലാ മതക്കാരുടെയും വികാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. എല്ലാ മനുഷ്യനും ആ പറയുന്ന തേക്കിൻകാട് മൈതാനത്തിൽ ഒത്തുകൂടുന്ന ഒരു അപൂർവമായ ഒരു ദിവസം അല്ലെങ്കിൽ അപൂർവമായ ഒരു ഉത്സവമാണത്. ലോകത്തെങ്ങും ഇങ്ങനെ ഒരു ഇത്രയും ഒരു ജനകീയ കൂട്ടായ്മ കാണാൻ കഴിയില്ല. അവിടെ ഞാൻ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ എൻ്റെ യാത്രകൾക്കിടയിൽ പോലും നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നും ഇല്ലാതെയാണ് ആ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൂടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അത് തൃശ്ശൂർക്കാരുടെ അത്തരത്തിലുള്ള വികാരങ്ങളെ മാനിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞില്ല. പക്ഷെ അതിനെ മാനിക്കും എന്ന് തന്നെ അടിവരയിട്ടുകൊണ്ടാണ് അത് മാനിക്കാതെ പോയെന്ന് പറഞ്ഞ ഒരു നേരത്തെ ഉണ്ടായത്. ആദ്യമേ നമ്മൾ ഓവർ കോൺഫിഡൻസ്, ഒപ്പം നിൽക്കും, മാനിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നതാണ് LDF-ന് പറ്റിയ ഒരു തകർച്ചയുടെ മെയിൻ കാരണം എന്ന് പറഞ്ഞു. കാരണം അവർക്ക് ജനങ്ങൾക്ക് ആരെ വേണോ അവരുടെ ഒപ്പം നിന്നു. പിന്നെ അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. ഇനിയിപ്പോ രണ്ട് മുന്നണികളും ഭയക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു മുന്നണിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടമാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പാണ്. കാര്യം നമുക്കറിയാം, കേരളത്തിലെ ഏകദേശം 11-ലധികം മണ്ഡലങ്ങളിൽ സത്യത്തിൽ BJP ലീഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 100% ലീഡ് ഉണ്ടാക്കിയതിന്റെ പ്രധാന കാരണക്കാർ ഈ അടിയൊഴുക്ക് തന്നെയാണ്. ഈ ലീഡ് നമ്മൾ ഭയക്കണം. നിയോജക മണ്ഡലങ്ങളാണ്. ഇപ്പൊ ഹരിപ്പാട് അടക്കം നിയോജക മണ്ഡലങ്ങളിൽ BJP ലീഡ് നേടി. ചെന്നിത്തല ചെന്നിത്തലയുടെ മണ്ഡലമാണ് ഹരിപ്പാട്. അവിടെ പോലും BJPക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര മണ്ഡലങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റും. ഇപ്പൊ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്രയോ മണ്ഡലങ്ങളിൽ BJPക്ക് നേട്ടം. ഇതിനെ നമ്മൾ കുറച്ച് ഭയത്തോടു കൂടി തന്നെ കാണേണ്ടി വരും. കാരണം ഈ ഭയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ഈ 11 നിയോജക മണ്ഡലം എന്നുള്ളത് വർദ്ധിക്കും. അങ്ങനെ പോയിരുന്നാലും ഒരു മിനിമം ഒരു 50 സീറ്റിലേക്കെങ്കിലും വിജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇനിയിപ്പോ നമുക്കറിയാം, ആലത്തൂർ ഇപ്പൊ പുതിയൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. K. രാധാകൃഷ്ണൻ നിന്ന മണ്ഡലത്തിൽ, അത് ചേലക്കരയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. രണ്ടാമത് പാലക്കാട് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ആരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് പ്രധാനം. അതൊരു വലിയ വിഷയമാണ്, നല്ലൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. അതായത് നിയമസഭയിലേക്ക് ഇനിയിപ്പോൾ ഒരു UDF-കാരൻ ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചാൽ അത് നമുക്ക് ഉറപ്പിക്കാം ഒരു ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളത്. ഇനി അതല്ല, ഇനി അവിടെ വേറൊരു സ്ഥാനാർത്ഥി ജയിച്ചാലും ഇത് പിന്നെ LDF തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഇടതുപക്ഷത്തിന് സമാധാനിക്കാം. UDF-ന് ചിന്തിക്കാം, UDF മാറി ചിന്തിക്കേണ്ടി വരും. എന്തുകൊണ്ട് ഈ പറയുന്ന പരാജയത്തിനെല്ലാം കാരണക്കാര് തങ്ങൾ തന്നെയാണ് എന്ന് ആത്മവിമർശനം നടത്താനുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ മാറി ചിന്തിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ പിണറായി, പറഞ്ഞിരുന്നു മാറി ചിന്തിക്കുന്നു. ആ മാറി ചിന്തിക്കലിന് എന്തെങ്കിലും ഗുണം കാണുവാണെങ്കിൽ അതിവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം കൂടിയുണ്ട്. പാലക്കാട് ഇനിയും ഷാഫി പറമ്പിൽ നിന്ന് സീറ്റാണ്. അപ്പൊ പാലക്കാട് മിക്കവാറും ശോഭാ സുരേന്ദ്രനെ ഇറക്കി കളം പിടിക്കാനുള്ള എല്ലാ ശ്രമവും NDAയുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാര്യം ശോഭാ സുരേന്ദ്രൻ നിന്നതുകൊണ്ടാണ് ഒരു തവണ അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJP കഴിഞ്ഞത്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ അവിടെ മത്സരിക്കുന്നത്. അവസാന നിമിഷം വരെ ഈ ശ്രീധരൻ മത്സരിച്ചിട്ട് പോലും അവസാന നിമിഷം വരെ ഷാഫി പറമ്പിൽ പിന്നിലായിരുന്നു. ഏറ്റവും അവസാനത്തെ ലാപ്പിലാണ് ഷാഫി പറമ്പിൽ അവിടെ നിന്ന്. നമ്മൾ പലപ്പോഴും ഒരു ഫോട്ടോ ഫിനിഷിൽ അവസാനിക്കുന്ന ഒരു മത്സരമായിരിക്കും പാലക്കാടെന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ അവസാന നിമിഷമാണ് ഷാഫി പറമ്പിൽ അവിടെ നിന്ന് വിജയിച്ചു കയറിയത്. അപ്പോൾ അതുകൊണ്ട് പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ രണ്ട് മുന്നണികളും വളരെ കാര്യമായി തന്നെ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നിയമസഭയിലും അവർ അക്കൗണ്ട് തുറക്കും. ഈ വരുന്ന അങ്ങോട്ടും വീശും. കാര്യം തൃശ്ശൂരും പാലക്കാടും വലിയ ദൂരമുള്ള സ്ഥലങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ഈ പറഞ്ഞ രണ്ട് മുന്നണികളും ഭയക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഒന്ന് ആലോചിക്കുക, O. രാജഗോപാലിന് ശേഷം ഒരുപക്ഷെ ഒരു BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJP MLA കേരള നിയമസഭയിലേക്ക് എത്തും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇവർ ശക്തി പ്രാപിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക്, ഒന്നുകിൽ LDF-ന് അല്ലെങ്കിൽ UDF-ന് അവരുടെ പ്രസക്തി നഷ്ടമാകും.
പ്രതിപക്ഷത്തേക്ക് അല്ലെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വരാൻ തയ്യാറായി ഇനി അടുത്ത വരാൻ പോകുന്ന NDA ആണ്, BJP നേതൃത്വം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂരിലുണ്ടായ വിജയം ചെറുതായി കാണാൻ പറ്റില്ല. അതിനെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ രണ്ട് മുന്നണികളും കാണേണ്ടതുണ്ട്. കാണുകയും അതിന് വേണ്ട പരിഹാര ക്രിയകൾ എന്ന് തന്നെ പറയാം, ഇത്തരത്തിലുള്ള പരിഹാര ക്രിയകൾ ചെയ്യുകയും ചെയ്താൽ മാത്രം ഇനി മുന്നോട്ട് ഈ രണ്ട് മുന്നണികൾക്ക് പോകാൻ പറ്റും. തന്നെയല്ല, സുരേഷ് ഗോപി എടുത്തുകൊണ്ടുപോയ തൃശ്ശൂർ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെ, ഹെർക്കൂലിയൻ ടാസ്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള ഒരു വലിയ ടാസ്ക് തന്നെയാണ്. എന്നിരുന്നാലും വരും കാലങ്ങളിൽ നമുക്ക് ഇനി തെരഞ്ഞെടുപ്പിനെയൊക്കെ വേറെ രീതിയിൽ ഇനി നോക്കിക്കാണേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്നത്തെ ഒന്നും പ്രതീക്ഷിക്കാതിരുന്ന് തെരഞ്ഞെടുപ്പിനെ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആർക്ക് വേണേലും മാറി മറിയാം, എവിടെ വേണേലും ആര് വേണേലും കാല് ചവിട്ടാം, ഇതാണ് അവസ്ഥ. അതെ, മാറി മറിയുന്ന രാഷ്ട്രീയ ചിന്താഗതിക്കനുസരിച്ച് സ്വന്തം ചിന്തകൾക്കും സ്വന്തം പ്രത്യയശാസ്ത്രങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയുമ്പോഴാണ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരനായി മാറുന്നത്. അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ, ആ പ്രത്യയശാസ്ത്രങ്ങൾ, അതുകൂടെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനകീയത എന്ന് പറയുന്ന ഒരുപാട് ഗുണങ്ങൾ എപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം കൈമുതലായി അല്ലെങ്കിൽ മുഖമുദ്രയായി എപ്പോഴും ഉണ്ടാകണം. എന്തായാലും ഇന്നത്തേക്ക് ഞങ്ങൾ ഇവിടെ പറയുന്നു.